പാലാ നഗരസഭയിലെ ഭരണമുന്നണിയിൽ വീണ്ടും കടുത്ത ഭിന്നത. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ വേദി അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് പുതിയ തർക്കം. ബസ് സ്റ്റാൻഡ് പൊതുപരിപാടിക്കായി അനുവദിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം വിഷയം ചർച്ച ചെയ്യുന്ന കൗൺസിൽ യോഗത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയിലെ 2 കൗൺസിലർമാർ പങ്കെടുത്തില്ല. ചെയർപേഴ്സൺ ദിയ ബിനുവിന്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരാണ് പങ്കെടുക്കാതിരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു കൗൺസിലറും ഒരു കോൺഗ്രസ് കൗൺസിലറും അസുഖം മൂലം അവധിയിലായിരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്ന് 2 അംഗങ്ങൾ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് കോൺഗ്രസിന്റെ എതിർപ്പ് ഫലം കണ്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കോൺഗ്രസ് വിമതിയും നഗരസഭാ ഉപാധ്യക്ഷയുമായ മായ രാഹുലും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്വതന്ത്ര കൂട്ടായ്മ CPM ഡിവൈഎഫ്ഐ നേതൃത്വങ്ങളുമായി കളിക്കുകയാണെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. ഇവിടെ നടന്നത് ശരിക്കും പറഞ്ഞാൽ സഖാവ് ലാലിച്ചനുമായി ചേർന്നുകൊണ്ട് UDF മുന്നണിയെ വഞ്ചിക്കുന്ന തരമാണ് ഇപ്പോൾ ഇവിടെ ബിനു പുളിക്കണ്ടം എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇത് ചെയ്തത്. ഇത് തികച്ചും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിപ്പോയി. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ UDF നിയോജക ചെയർമാൻ അദ്ദേഹം ഇവിടെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ DYFI നടത്തുന്ന ഈ പന്തൽ, അതായത് സമ്മേളനം നടത്തുന്നത് ശരിയല്ല, ഈ പൊതുസ്ഥലങ്ങളിൽ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പ്രസ്താവന ഇറക്കി. അതിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് കോറം തികയായിരുന്നു. 2 പേരും കൂടെ വന്നിരുന്ന കോറം തികയായിരുന്നു. ആ കോറം തികയായിരിക്കാനും മറ്റു കാര്യങ്ങളുമാണ് ഇവർ മുന്നോട്ട് പോകുക. അതുപോലെ ഇന്നത്തെ അജണ്ടയ്ക്കകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇത് കൊടുക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥൻ ആരാണ്, ആ ഉദ്യോഗസ്ഥന്റെ പുറകിൽ ആരാണ്, അത് തന്നെ മനസ്സിലാക്കുമ്പോൾ അറിയാം ഇതിനകത്ത് സ്ത്രീ ബിനു പുളിക്കണ്ടത്തിന്റെ ഇതിന്റെ പുറകിലുള്ള ആരാണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള നിരൂതരായ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിന്തുണ പിൻവലിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാരോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് പിൻവലിച്ച് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആർജവമുള്ള ഒരു പ്രതിപക്ഷമായി മാറാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇടതുപക്ഷവുമായുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒത്തുകളി UDF നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. പാലായിൽ ഇനി ഈ ബസ് സ്റ്റാൻഡ് ഒരു കാരണവശാലും ഇനി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അതുപോലെ തന്നെ ബസ് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പ്രോഗ്രാം അവിടെ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. പാലായിൽ പകരമായ ഒരു സംവിധാനമില്ല. ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പകര സംവിധാനമില്ലാത്ത സാഹചര്യത്തിൽ കൊടുക്കേണ്ടതില്ലാന്ന് നേതാക്കൾ തീരുമാനിച്ചു. ആ തീരുമാനം ഞങ്ങൾ സരിസാ വഹിക്കാൻ ചെയ്യേണ്ടവരാണ്. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഈ വിഷയം അറിയുകയും ചെയ്യാം. ഈ പാലായിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ്, നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമിന് ബസ് സ്റ്റാൻഡ് കൊടുക്കുക മോശം പരിപാടിയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഈ മുന്നണി, സ്വതന്ത്ര മുന്നണി ഞങ്ങളെ വഞ്ചിക്കുന്നു. ഈ വഞ്ചന പലപ്പോഴായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കൗൺസിലേഴ്സ് ഈ വിഷയം പൊതുജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുക. നമ്മുടെ പാലക്കാരായ ജനങ്ങൾ ഞങ്ങളുടെ ഈ സത്യമായ വിഷയം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസിലെ കൗൺസിലേഴ്സ് ഉണ്ട്, പ്രിയപ്പെട്ട ഞങ്ങളുടെ മായ രാഹുൽ കൂടെയുണ്ട്. ഞങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഈ പാലായുടെ നന്മയെ കരുതിയ അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ജനകീയ പ്രശ്നം ഈ പാലായിലെ ജനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സത്യസന്ധമായി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനമാണിത്. ഇതിന് ഞങ്ങൾക്ക് ചതിവുണ്ടാകുന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നുള്ള നടപടിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. i4a ന്യൂസ്, പാലാ.